കണ്ടപ്പോ സന്തോഷമായല്ലോ. എന്തൊക്കെയാ പ്രഭ താൻ പറയുന്നേ? ഞാൻ പറയുന്ന മനസ്സിലായില്ലല്ലേ? അവളെ കൊന്നതോടെ എല്ലാവർക്കും സന്തോഷമായല്ലോന്ന്. അവൾക്കില്ലാത്ത കുറ്റമില്ലായിരുന്നു. അവള് സംസാരിച്ചാലും ഇല്ലെങ്കിലും കുറ്റം, അവളുണ്ടാലും ഉറങ്ങിയാലും കുറ്റം, സർവത്ര കുറ്റം. ഈ വിഷമങ്ങൾക്കിടയിൽ ഇനി തന്റെ വയായിട്ടൊരു വിഷമം വേണ്ട. ഈ കള്ളവാചകങ്ങളൊന്നും വേണ്ട സിദ്ധു. ഇപ്പൊ തന്നെ അവിടെ ആ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാ മതിയെന്നും പറഞ്ഞായിരുന്നു സിദ്ധു നിന്നത്. എന്നിട്ട് നന്ദനും മനപ്രയാസം ഒന്നും പറഞ്ഞ് ഇവളെ കൊണ്ട് ഫോൺ ചെയ്യിപ്പിച്ചു. പ്രഭ, അച്ഛാ ഒന്നും പറയാൻ പോണ്ട. നീ വലിയ ഔദാര്യം ഒന്നും കാണിക്കണ്ട. പറയാൻ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിലല്ലേ പറയാൻ പറ്റൂ. നന്ദനും മനഃപൂർവ്വം അങ്ങോട്ട് വരാത്തത് കുറ്റബോധം കാണും, കുറ്റവാളിയുടെ ഭർത്താവാണെന്നുള്ള പേടിയും കാണും. അങ്ങനെയാ മനഃപൂർവ്വം ഒഴിഞ്ഞു നിന്നെ. എന്നിട്ട് മനസ്സിന്റെ താളം തെറ്റി അസ്വസ്ഥത, അങ്ങനെ കുറെ കണ്ടുപിടുത്തങ്ങള്. ഈശ്വര, എന്റെ ദേവി എവിടെയാ? പേടിച്ചിട്ട് അച്ഛനും കുട്ടി എവിടേക്കെങ്കിലും പോയതാണോ? ഇല്ല, എനിക്കൊരു സൂചന തരാതെ അവള് പോവില്ല. ഇല്ല, അച്ഛൻ പരിഹാരം ഉണ്ടാക്കുന്നവരെ കാത്തിക്കാൻ പാടില്ല. നടന്നതൊക്കെ ലോകത്തോട് തുറന്നു പറയണം. മീരെ കൊന്നത് ഞാനാണെന്ന് ലോകം അറിയട്ടെ. ദേവി രക്ഷപ്പെടണം. മനസ്സിന്റെ നിയന്ത്രണം വിട്ടാണ് നീ നിൽക്കുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ടാ ഞങ്ങളിപ്പോ ഓടി വന്നത്. മീര മരണപ്പെട്ടതില് എല്ലാവരും തകർന്നിരിക്കുക. ബലരാമനൊക്കെ യാന്ത്രികമായിട്ടാ ഓരോന്ന് പ്രവർത്തിക്കുന്നത്. ജീവച്ചവെന്നൊക്കെ പറയില്ലേ, അതുപോലെ മീരയെ സ്നേഹിക്കുന്ന എല്ലാവരും ഇപ്പൊ ഏതാണ്ട് അതേ അവസ്ഥയിലാണ്. മീരയുടെ ദുരന്തത്തിലല്ല നീ തകർന്നിരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. ദേവിയെക്കുറിച്ചല്ലേ നിന്റെ ചിന്ത മുഴുവൻ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.